90-ാം സങ്കീർത്തനം 12-ാം വാക്യം ഒന്ന് വായിച്ച്. രാവിലെ അത് ഹൃദയത്തിലെ അയവറക്കിയതുകൊണ്ട് 90-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം. ഞങ്ങളെ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതുകൊണ്ട് ഇന്ന് പകലും ഒരു പ്രഭാതം കാണുവാനും ഒന്നിച്ചുകൂടെ കൂടുവാനും ഇടയായി. അപ്പോൾ നമ്മുടെ നാളുകളെ നമ്മൾ എണ്ണണം, അത്യാവശ്യമാണ്. ഒരു സെക്കൻഡ് ഇതാ എത്ര സെക്കൻഡ് കൂടുന്നതാ ഒരു മിനിറ്റ്? ഞാൻ ചോദിക്കുന്നവരെ പറയാവുള്ളൂ. 60. എത്ര മിനിറ്റ് കൂടുന്നതാ ഒരു മണിക്കൂർ? മോക്ക് അറിയാമോ? എത്ര മണിക്കൂർ കൂടുന്നതാ ഒരു ദിവസം? അതെല്ലാവർക്കും അറിയാം. എത്രയാ? 24 മണിക്കൂർ. എത്ര മണിക്കൂർ കൂടുന്നതാണ് ഒരു ദിവസം? എത്ര ദിവസം കൂടുന്നതാ ഒരാഴ്ച? 7. ഓടെ ഒരു കണക്ക് വ്യത്യാസം വരികയെങ്കിൽ എത്ര ആഴ്ച കൂടുന്നതാണ് ഒരു മാസം? 4. എത്ര മാസം കൂടുന്നതാ ഒരു വർഷം? 12. ഇതൊക്കെ ഒന്ന് എണ്ണണം. ന്യായമായിട്ട് ഒരു മനുഷ്യൻ 80 വർഷം ജീവിച്ചാൽ ഏതാണ്ട് 30,000 ദിവസത്തിന് താഴെയാണ്. ഈ 30,000 ഞങ്ങൾക്ക് ഇത് മൊത്തം കൂട്ടി സുഭാഷ് രാവിലെ എല്ലാം കൂട്ടിയ ചെയ്തിരുന്ന. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ 10-30,000 ദിവസമേ 80 വർഷം ജീവിച്ചാൽ കിട്ടൂ. അതില് പകുതി ഉറങ്ങി കഴിയുക. പകുതി 15,000 ദിവസവും. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങള് ചിലക്ക് 15,000 അല്ല കേട്ടോ. ദൈവത്തിന് മഹത്വം. 15,000 ഒന്നും അല്ല. അപ്പൊ 15,000 ഒന്ന് വിട. വോട്ട് എത്രയുണ്ട്? 15. ആ 15-ല് പല്ലുതേപ്പ കുളി ഒരുക്കം അതിന് നല്ല സമയം എടുക്കുന്ന ആൾക്കാരുണ്ട്. പല്ല് തേക്കാൻ ചില സമയം എടുത്താലും തിരക്കിടില്ല. കാരണം തിരുമേശയുടെ സമയത്തെങ്കിലും സ്വന്തമായിട്ട് ചിലർക്ക് ചുംബനം കൊടുക്കാമല്ലോ. കുളി ഒരുക്കം ശരീരത്തിന്റെ സൗന്ദര്യവർദ്ധനം അതിനുള്ള സമയങ്ങൾ എന്തും വേണ്ട കളയുന്നു. പിന്നെ കല്യാണം, അടിയന്തരം അങ്ങനെയുള്ള കേസുകൾ അതിന് വേറെ സമയം. പിന്നെ ടൂറ്, മൂന്നാറ്, കൊടൈക്കനാല്, ഊട്ടി, പിന്നെന്തുവാ വാഗമണ്ണ്, പിന്നെ വേട്ടപ്പാട്, അതൊക്കെ എവിടെയൊക്കെയാണോ. പിന്നെ ബീച്ച്, ഇവിടെ എല്ലാം പോയി സമയം കളയില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ അതും 3 നേരം വെച്ച അരമണിക്കൂർ വെച്ചെടുക്ക്. അരയൊന്നും അല്ല ചിലർക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇതെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ കർത്താവിന്റെ വേല ചെയ്യാനും ദൈവസന്നിധിയിൽ ഇരിക്കാൻ എന്തോ സമയമുണ്ട്. ഞാൻ ആരെയും ദേഷിച്ചു പറഞ്ഞതോ ഇകഴ്ത്തി പറഞ്ഞതോ താഴ്ത്തി കെട്ടി പറഞ്ഞതോ ഒന്നുമല്ല. ഞാൻ എന്നെയാ പരിശോധിക്കുന്നത്, വേറെ ആരെയല്ല. ഈ രാവിലെ ഒന്ന് ചെല്ലുന്നതായി പറഞ്ഞു. ആകെ നിനക്ക് ലഭിക്കുന്നത് 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന 30,000 ദിവസമാണ്. ആ ദിവസത്തിൽ 15,000 ഉറങ്ങി തീർന്നു.
ദൈവത്തിന് മഹത്വം. ഈ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിനെ ഉള്ള അവിടെ ചെല്ലുമ്പോ പ്രതിഫലം എന്തോ കിട്ടുമെന്ന് തന്നെ താൻ ശോധന ചെയ്യാം. സ്തോത്രം. ധാന്യം തന്നെ ലാഭം കീർത്തി നഷ്ടമാകുമോ? ധാന്യം ധനം ലാഭം കീർത്തി നമ്മെ പിരിഞ്ഞിനി പോ. മാന്യമിത്ര 70 ഏറെയായാൽ 80 മാത്രം. 70 നീളുമായുസതു നിലച്ചാൽ മാത്രം. നീളുമായുസതു നിലച്ചാൽ. എന്റെ പ്രിയരെ, നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണണം. അതിൽ തന്നെ ഈ 30,000 രക്ഷിക്കപ്പെട്ടത് പലരും അങ്ങേയറ്റം പറ്റിക്കഴിഞ്ഞ ഇടുക്കം തെറ്റി, ഇടുപ്പും തെറ്റി, കെൽപ്പുമില്ല, കിടയില്ല, അങ്ങേയറ്റം പറ്റിക്കഴിഞ്ഞപ്പോൾ ആ ഒത്തി വരുന്നത് അങ്ങനെയുള്ളവര് വരരുതെന്നല്ലേ വേണം, അവരും വരട്ടെ. അല്ല, ഇതെല്ലാം കൂടെ കണക്കിലെടുത്താൽ ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്തു. സ്തോത്രം. നമ്മൾ എന്തോ ചെയ്തു ദൈവത്തിന് വേണ്ടി. ഞാൻ എന്നെയാണ് വിധിക്കുന്നത് കേട്ടോ. മോശെ പറയുകയാണ്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്നെങ്ങനെ എല്ലാവരും രാവിലെ ഞാൻ ശ്രദ്ധ നമ്മളല്ലേ ഏതാണ്ടെല്ലാം ചെയ്തെന്ന് പറഞ്ഞായി വന്ന് കയറി ഇരിക്കുന്നേ. പിന്നെ എല്ലാം ഞാൻ ശ്രദ്ധ നമ്മുടെ അങ്ങിരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ നമ്മൾ ഏതാണ്ടെല്ലാം സഹോദരിമാർക്കാണെങ്കിൽ അതിൽ സിംഹമാകും, അടുക്കളയിലുമാകും. ഇറങ്ങാൻ നേരമില്ല ചിലർക്ക്. എന്തുവാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എന്തോ ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഈ രാവിലെ എല്ലാവരും ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും എല്ലാവരും ഒന്ന് രാവിലെ ചിന്തിക്കുക, താവേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ. ഇത് മോശെ തന്റെ ജ്യേഷ്ഠൻ അഹരോൻ മരിച്ചപ്പോൾ പാടിയ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച സങ്കീർത്തനമാണ് 90. നമ്മൾ സാധാരണ എല്ലാവരും ഇത് വായിക്കത്തില്ല. എപ്പോഴും 90 എപ്പോഴും വായിക്കും. 90 കിട്ടിയാലും പെട്ടെന്ന് മറിക്കും. ഈ മോശെ ഇത് പാട്ടപ്പം ഏതാണ്ട് 120 വയസ്സോളമായി. 120ഓളം അടുക്കുന്നു. പക്ഷെ മോശയുടെ ഒരു വിശേഷത, നിങ്ങളാണ്ട് 33-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. ആവർത്തനം 31:3-7 അറിവുള്ള വാക്യം അതൊന്ന് വായിച്ചു. 33-7 34-7 സോറി. മോശെ മരിക്കുമ്പോൾ അവന് 420 വയസ്സായി. അപ്പുറം ഒരു ശുഭാസത്രം ഇരിക്കട്ടെ. എന്റെ പ്രാർത്ഥന വായിച്ചു. 120 വയസ്സായിരുന്നു. 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെ. അവന്റെ കണ്ണ് മങ്ങാതെ. ഇവിടെ മങ്ങിയത് കൊണ്ടാണല്ലോ. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം. ഞാനൊരു കാര്യം പറയാം, കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിച്ചുമില്ല. 120 2 സ്റ്റെപ്പ് കയറാനല്ല, 2 സ്റ്റെപ്പ്. ഒരമ്മ എന്നോട് പറഞ്ഞ് ഞാൻ മേളിൽ കയറിയിട്ട് 5-6 കൊല്ലമായിരുന്നു. അമ്മയുടെ വീട് തന്നെ. ഞാൻ പിന്നെ ആരാ വിളിക്കുന്നത്? അവള് കയറിക്കോളും, തൂത വരാൻ പറ്റുന്നത്. അവിടെ നല്ല പക്കി പറഞ്ഞു പോലെ അമ്മ സെറ്റിയിൽ നിന്ന് കാണുക. അവള് കയറി പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എടീ.
120 വയസ്സുള്ള വ്യക്തിക്ക് ദേഹബലം അതിന്റെ തെളിവ് തരാം. ചില പിന്നെ പറഞ്ഞു മോശെ മരിച്ചു. എവിടെ വെച്ചാ മരിക്കുന്നത്? അത് അവരാണ് പിസ്ക നെബോ പർവ്വതം 34:1 വായിച്ചേ. അനന്തരം മോശെ മോവാബ് സമഭൂമിയിൽ നിന്നും യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ക മുകളിൽ കയറി. അവിടെ വെച്ചാ നെബോ പർവ്വതം പിസ്ക മുകളിൽ കൊടുപൊടി. ഏതാണ്ട് ഈ സമുദ്രനിരപ്പിൽ നിന്ന് 4000 ചില്ലുവാനം അടി ഉയരമുള്ള മലയാണ്. ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ല. നടന്നു കയറി 120 സ്തോത്രം. 100 നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ മിറ്റത്തോട്ടാണ്. കട്ടിലോട്ട് വണ്ടി കയറ്റിലാണ് കുറച്ചുകൂടെ. കാരണം കട്ടിലിൽ ഉരുണ്ട് വണ്ടിക്കകത്തോട്ട്. ഇനിയിപ്പോ കുറെ നാൾ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒരുക്കും. കട്ടിലെ നേരെ കിടക്കുക, വണ്ടി കൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഉരുണ്ട്. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയുന്നു. 120 വയസ്സുണ്ട്. 4000 ചെല്ലുവാനും അടിയുള്ള മലയുടെ മുകളിലോട്ട് നടന്നാ കയറിയ. ദേഹബലം ക്ഷയിച്ചില്ല. കാഴ്ച അതിന് കാരണം മേലെ കയറ്റിയത് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. കനാൻ നാട് കണ്ണും കാണാറുണ്ട്. നമുക്ക് ഒരു കണ്ണാടി വെച്ചിട്ട് അങ്ങോട്ട് മൂടിയാ കാണുന്നത്. കനാനാണോ എരികോ എന്തോ അത് മൂടാൻ പോലെ. ഇത് നോക്കിയപ്പോൾ കനാൻ നാട് കാണുക. കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ദേഹബലവും ക്ഷയിച്ചില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിന് മോശ ഈ ദേഹബലം ക്ഷയിക്കാത്തതിന്റെ ഒരു കാരണം ഞാനെന്ന് പറയാൻ, കഴിച്ചത് മന്നായ. കഴിച്ചത് മന്നായ. ശക്തിമാന്മാരുടെ അപ്പമാ കഴിച്ചത്. എന്നൊക്കെ ഈ മന്ന നിഴലാണ്. ഈ മന്ന കഴിച്ചാൽ നിന്റെ സകല രോഗബന്ധനങ്ങൾ വഹിക്കും. ശരീരത്തിന്റെ കരുതുകൾ ഇന്ന് പകൽ അഴിയുവാണ്. അസ്ഥിക്കകത്ത്, തമിഴിക്കകത്ത്, രക്തത്തിനകത്ത് ദൈവത്തിന് മഹത്വം. അങ്ങോട്ട് വിടാം. ദേഹബലം ക്ഷയിച്ചില്ല. കഴിക്കുന്നത് ജീവന്റെ അപ്പമാണ്. ദൈവത്തിന് മഹത്വം. പക്ഷേ അപ്പം നിന്ന് പലരും മരുഭൂമി പാട്ടും പോയി. ഏറെ പറഞ്ഞ പുള്ളിക്കാരും ഉണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടവരും ഉണ്ട്. എന്റെ മാറ്റിയാണ്. നമ്മളെ കിട്ടത്തില്ല കേട്ടോ. ഇച്ചിരി ഏറെ ഉണ്ട്. പക്ഷെ ഏറെ പറിക്കവൻ ഏറെ കുറെ പറിക്കവന് ഇഷ്ടം പോലെ തിന്നു. ഇങ്ങനെ ഭക്ഷണം വാങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബാധ വന്ന് തട്ടി.
അവരുടെ അതിപുഷ്ടന്മാരെല്ലാം പാട്ടു, പക്ഷെ മോശെ പാട്ടില്ല. ദേഹബലവും ക്ഷയിച്ചില്ല, കണ്ണിന്റെ ഒരു കുഴപ്പവും വന്നില്ല. അപ്പം അഹരോൻ മരിക്കുന്നത് ഹോർ പർവ്വതത്തിലാണ്, മോശ നെബോ പർവ്വതത്തിൽ പിസ്കായില്ല. അപ്പൊ അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേലിൽ വിലപിച്ചപ്പോൾ അവരെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് കയറ്റുവാനുള്ള പ്രാർത്ഥന ആ 90. ആ 90 പറയുക എല്ലാ വാക്കും എടുക്കുന്നില്ല, നല്ല സങ്കീർത്തനമാണ്. എനിക്ക് 90-ാം സങ്കീർത്തനം സംസാരിക്കുന്ന വളരെ ഇഷ്ടമുള്ളതാണ്. പക്ഷെ മിക്ക മരണ വീട്ടിലൊന്നും ചെന്നാൽ നമുക്ക് സമയമൊന്നും ആരുടെയും കുഴപ്പമില്ല, എല്ലാവർക്കും കൊടുക്കണ്ടായോ. ഒരാൾ തന്നെ ഞാൻ തന്നെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞ, പക്ഷെ അടുക്കിടക്കായിട്ട് അതിന്റെ ഭാഗമൊക്കെ ചിന്തിച്ചാൽ വളരെ പ്രയോജനപ്രദമാണ്. ഈ 12-ാം വാക്യത്തിൽ പറയുക ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. മോശം പറഞ്ഞത് എന്നാണ്. അവരോ മരിക്കുക 123 എണ്ണണം. ഈ കാലം അത്രയും എന്തോ ചെയ്തു ദൈവത്തിന് വേണ്ടി, ഇതൊക്കെ എണ്ണണ്ടേ? എന്തോ പ്രവർത്തിച്ചു, എന്തോ ചെയ്തു, ചെയ്തതിന്റെ റിസൾട്ട് വല്ലതും ഉണ്ടോ? ദൈവത്തിന് മഹത്വം. അവിടെ നമുക്ക് ആ ഭാഗം വിട്ടേക്കാൻ. എണ്ണുക അതൊരു പ്രത്യേക വിഷയമാണ്. എണ്ണണം. നമ്മളും ചില കാര്യമൊക്കെ എണ്ണണം. 1-2 കാര്യം പറഞ്ഞു നിർത്താം. എന്തൊക്കെ എണ്ണണ്ടേ? നമ്മളെണ്ണം ലോകത്തിന് വന്നിരിക്കും എത്ര താഴെയുണ്ടെന്ന് കാരണം കാപ്പി എടുക്കണം. സിനിമ ഞാൻ അവിടെ വന്നിങ്ങനെ നോട്ടിൽ പുറമെ ചെണ്ണുന്ന കാണാം. അതേ വന്നിരിക്കുമ്പോൾ നമ്മൾ എണ്ണം എത്ര പേര് പിന്നെ നമ്മൾ എണ്ണും ആ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് എണ്ണും. പിന്നെ ചില വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഫർണിച്ചറ് മറ്റു സാധനങ്ങളെല്ലാം എണ്ണും, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും എണ്ണുന്നത്. പിന്നെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ കളറ് എത്ര ജോഡിയുണ്ട്. നാളെ ഒരാൾ പറഞ്ഞു ആ വീട്ടിൽ 10-40 ജോഡി ചെരുപ്പ് കിടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പൊ എണ്ണുക യോഗത്തിന് അവൻ വെളിയിലായിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതാ എണ്ണുന്നത് എത്ര ജോഡി ചെരുപ്പ് എന്നോടാ പറഞ്ഞത്. നല്ല യോഗം നടക്കുക, അന്നേരം ഇങ്ങനെ വെളിയിലായിരിക്കുന്നേ. വെളിയിൽ നിന്ന് ചവന്ന യോഗ ഭാഗ്യം പറയോ ഒന്നുമല്ല, അവൻ ചെരുപ്പ് എണ്ണേ. തീർന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ വീട്ടിൽ 3-4 പേരുള്ളൂ, പക്ഷെ 10-40 ജോഡി അവൻ അവിടെ എടുത്തുണ്ട്. ഞാൻ നിങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എണ്ണുന്നത്. കല്യാണത്തിനൊക്കെ പോയാൽ ഓരോരുത്തർ എന്തെല്ലാം എണ്ണുന്നത് ഇഷ്ടം പോലെ, അത് ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങൾ എണ്ണേണ്ട ചില വിഷയമാണ്. 1-2 കാര്യങ്ങളൊന്ന് വായിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 10-11 വായിച്ചു. അറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചു. എബ്രായ ലേഖനം 10-ന്റെ 11-ന്റെ 10-11. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അടുത്തത് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. ഇതാണ് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. ഈ രാവിലെ നമ്മളൊന്ന് എണ്ണണം. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എന്നെ രക്ഷിച്ച ദൈവം വിശ്വസ്തൻ. വിശ്വസ്തൻ എണ്ണണം ദൈവത്തെ. സാധാരണ ദൈവം വിശ്വസ്തനാന്ന് എണ്ണി. 18-ാം അധ്യായവും 17-ന്റെ പ്രാരംഭവും ഒക്കെ എടുക്കേണ്ടതാ. ഉൽപ്പത്തി അതിനിപ്പം മുതിരുന്നില്ല. മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. ആ സന്ദർഭത്തിൽ സാറയും വിശ്വസ്തനെന്ന് എണ്ണി. റോമാലേഖനമൊക്കെ ചേർത്ത് പഠിച്ചാൽ അബ്രഹാമും ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചു. ദൈവത്തിന് മഹത്വം. പുത്രോത്പാദനത്തിന് ശക്തിയില്ല, പക്ഷേ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി. ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ ശക്തി ദൈവം പകർന്നു. 89 കഴിഞ്ഞു. അബ്രഹാമിനെ ഇങ്ങനെ റോമാലേഖനത്തിൽ ഏകദേശം 100 വയസ്സ് അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ പറ, എങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞാൽ 17-ന്റെ 1 വായിച്ച ഉൽപ്പത്തി 17-ന്റെ 1 അറിവുള്ള വാക്യമാ വായിച്ചു. അബ്രഹാമിന് 99 വയസ്സ്. പിന്നെ 18-ാം അധ്യായം തുടങ്ങുക മമ്രയുടെ തോപ്പിൽ. അവ 100 കഴിഞ്ഞിട്ടില്ല, എന്നാൽ അതുകൊണ്ട് ഏകദേശം 18-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഒന്ന് വായിച്ചേ ഉൽപ്പത്തി.
ഹാഗർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാഹാമിന് 86. 16ന്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്നത് 86. അടുത്ത വാക്യം 17 കൊടുക്കുക അബ്രഹാമിന്. 99. അപ്പൊ 86ന്റെ കൂടെ എത്രയോടെ കൂട്ടിയാണ് 99 ആകുന്നത്? പെട്ടെന്ന് പറയാം. 13. വേദപണ്ഡിതാക്കൾ പറയുന്നത് ഈ 13 കൊല്ലം ദൈവം വേണ്ടിയില്ല അബ്രഹാമിനോട്. 13 കൊല്ലം. കാരണം പറയാം, 15-ാം അധ്യായത്തിൽ വിളിച്ച് മിറ്റത്തോട്ട്, എന്റെ ഭാഷ, മിറ്റത്തോട്ട് ഇറങ്ങിച്ച് പറഞ്ഞ് മേപ്പോട്ട് നോക്കാം, നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ ഇതുപോലെ സന്തതിയെ തരും. ഈ വാക്കത്തെ കേട്ട് ബലപ്പെട്ടവൻ പരിക്കാത്തോട്ട് ചെന്നപ്പോ നല്ല ആരാ? സാറാമ്മ കൊച്ചു പറഞ്ഞു, എന്നാ ഞാൻ ഇവിടെ കിടക്കുന്നെങ്കിലും വൈകാതെ കിടക്കുന്നെങ്കിലും ഞാൻ കാണുന്നുണ്ട് ഇയാളെ മുറ്റത്തിറങ്ങുന്നു, ഇയാളെ പരിക്കാത്ത് കയറുന്നു, പിന്നെയും മുറ്റത്തിറങ്ങുന്നു, മേപ്പോട്ട് നോക്കുന്നു, ചിരിക്കുന്നു. ഞാനിതൊക്കെ കാണുന്നുണ്ട്. വയ്യാതെ ഇവിടെ കിടക്കുന്നെങ്കിൽ ഇയാളുടെ ചാട്ടവും നോട്ടവും ഒക്കെ കാണുന്നുണ്ട്. അപ്പം അമർദാൻ പറഞ്ഞു, എൻ്റെ താറാമേ, ഈ ദൈവം എന്നോട് പറഞ്ഞ പിള്ളേരെ തരുമെന്ന്, കൊച്ചിനെ തരും. എന്തായാലും കാണാൻ പറഞ്ഞു, ഈ അങ്ങനത്തിൻ്റെ തീരുമാനം. നമുക്ക് രണ്ടുപേർക്കും എന്തോ പ്രായമുണ്ടെന്നാണ് നിങ്ങളുടെ ചിന്ത. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നതുകൊണ്ട് തോന്നും പ്രായമൊന്നും ഇല്ലെന്ന്. പക്ഷെ നിങ്ങൾക്കിപ്പം ഏതാണ്ട് 85 വയസ്സായി, നിങ്ങൾക്ക് 85ആയി, എനിക്കും 75 കഴിഞ്ഞു. മനുഷ്യനെ നിങ്ങൾ ചുമ്മാ കിടന്ന് ചാടരുത് കേട്ടോ. ഇല്ല താറാമേ, എന്നോട് ദൈവം പറഞ്ഞ് തലമുറയെ തരുമെന്ന് ആ ഒരു കാര്യത്തെ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ വലിയ വിശ്വാസവും. ഇത് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വേണ്ട. നിങ്ങൾ താണ്ട് അങ്ങോട്ട് ചെല്ലെ ഹാഗറിന്റെ കൂടാരത്തിൽ അവിടെ ഉണ്ട്. അങ്ങനെ സാധാ അബ്രഹാമിനെ ഹാഗറിന്റെ അടുക്കലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ ഒരു വാക്കുണ്ട്, അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. ആ പദം ഒന്ന് വായിച്ച് 16 അബ്രഹാം സാറായുടെ വാക്ക് അനുസരിച്ചു. ആ പദം മാത്രം ഒന്ന് വായിച്ചു. വായിക്കുകയല്ലായിരിക്കും. ചുമ്മാ ഇരിക്കുകയല്ലേ തപ്പ്. കണ്ടില്ലേ? അങ്ങനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആ വാക്യം വായിച്ചതാണ്. സാറായിയുടെ വാക്ക് അനുസരിച്ചു. അബ്രഹാം സാറായിയുടെ വാക്ക് അതാ ദൈവം എന്നാ പറഞ്ഞത്? 15-ന്റെ 4-3 മുതൽ വായിച്ചു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ചു വളർന്നാണ് രമേശന്റെ എലയാസറത്തെ ഇതിന്റെ അവകാശി. അപ്പൊ ദൈവം തമ്പുരാൻ അബ്രഹാമിന്റെ കൈക്ക് പിടിച്ച് മിറ്റത്തോട്ടിറങ്ങി മേപ്പോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ദൈവം എന്നാ പറഞ്ഞ അടുത്ത വാക്യം, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുപോയിട്ട് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അവൻ ശ്രദ്ധിച്ചേ, നിന്റെ സന്തതി ഇതുപോലെ ആകുമെന്ന് ഇതാ ദൈവം പറഞ്ഞു. പുള്ളി വിശ്വസിക്കുകയൊക്കെ ചെയ്തതാ. വിശ്വസിച്ചെങ്കിലും അനുസരിച്ചത് ആരുടെ വാക്കാ? ദൈവം തമ്പുരാൻ നല്ല ക്ലാസ് എടുത്താ വിലക്കാത്തോട്ട് കയറ്റി വിട്ട. അകത്ത് കയറിയപ്പോ ഞങ്ങളുടെ വല്യമ്മച്ചി പറയുന്ന ഒരു ഭാഷ പറയാം, തലയണ മന്ത്രം. അമ്മാവൻ അകത്ത് കയറി ഒരു 10 മിനിറ്റത്തെ ക്ലാസ്. അന്നേരം ദൈവത്തിന്റെ ക്ലാസ് മാറ്റി വെച്ചിട്ട് സാറായുടെ ക്ലാസ് മിണ്ടുന്നില്ലല്ലോ. വിശ്വസിച്ചു. സാറായുടെ ക്ലാസ് അംഗീകരിക്കേണ്ടതും യോജിക്കേണ്ടതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് യോജിക്കുന്ന ക്ലാസ് അല്ല. സ്ത്രീകൾ പറയുന്നത് എല്ലാം കേൾക്കരുതെന്നോ എല്ലാം അനുസരിക്കരുതെന്നോ ഉൾക്കൊള്ളരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നല്ല ഞങ്ങളുടെ വല്യമ്മച്ചിയെ പറയുന്നൊരു കാര്യമുണ്ട്. ഭാര്യയും ഭർത്താവിനെ പറ്റി പഴയ ആളല്ലേ, വലിയ വിദ്യാഭ്യാസം സെക്കുലറായിട്ടില്ലെങ്കിലും ഈ പരിചയം ഒത്തിരിയുണ്ട്. അപ്പൊ വല്യമ്മച്ചി എപ്പോഴും പറയും ഞങ്ങളോടൊക്കെ, മോനെ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ രാജാവും മന്ത്രിയും പോലെ. ഭർത്താവ് രാജാവും ഭാര്യ മന്ത്രി. രാജാക്കന്മാർക്ക് എല്ലാ കാര്യത്തെ പറ്റി വലിയ തിട്ടം ഇല്ല. അപ്പൊ ചില കാര്യങ്ങൾ മന്ത്രി പറഞ്ഞു കൊടുക്കും, രാജാവ് ഇനിയും പോലെ ശത്രു ഇടയിൽ കൂടെ വരാൻ സാധ്യത, അപ്പൊ നമുക്കൊരു സൈന്യത്തെ അവിടെ കൊടുക്കണം. ഇതൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ മന്ത്രി പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഓർഡർ ഇടുന്നത് ആരാ? അതാ കുടുംബജീവിതം. അങ്ങനെ അമ്മച്ചിയുടെ ഭാഷ.
കൽപ്പനയൊക്കെ ഭർത്താവാ. പൊതുരംഗത്ത് വരുമ്പോൾ കല്യാണം ആലോചിക്കാൻ വരുമ്പോ അങ്ങനല്ലേ? അത് അമ്മാമ കയറിയാണോ ഡേറ്റ് പറയുന്നതും കാണുമായിരിക്കും. എന്നാലും ഇവിടെ കാർന്നവന്മാരോ അപ്പന്മാരോ ചുമതലപ്പെട്ട പറഞ്ഞാണ്. പക്ഷെ ഒരു ധാരണ ഉണ്ട്. നല്ല കാര്യങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ കുഴയും. ഇസ്രായേൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാൻ പോവാ. ഫാസ്റ്റിംഗ് പ്രയർ ദൈവത്തിന് മകൾ എന്ത് പ്രശ്നമുണ്ടായി? നല്ല ആലോചനകളൊന്നും. പക്ഷെ ഇത് ദൈവം പറഞ്ഞത് തലമുറയിൽ തരും. പക്ഷെ സാറ പറഞ്ഞു ആട്ടെ അങ്ങോട്ടില്ല. അപ്പോഴേക്കാൻ സാറായുടെ വാക്ക് കേട്ടപ്പം പിന്നെ 13 കൊല്ലം ദൈവം മിണ്ടിയില്ല. 13 അനങ്ങിയില്ല. തമ്പുരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം നീ കേൾക്കുന്നില്ല, അവള് പറയുന്ന കാര്യമാണ് കേൾക്കുന്നത്. പിന്നെ അവള് തന്നെ വാക്കിയും കൂടെ കളയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടാൻ ഒക്കുന്നില്ല. ഈ പെണ്ണുങ്ങൾ തമ്മിൽ കുസ്തിയായി. എന്തോ കൊല്ലാപ്പം ഉണ്ടാക്കുന്നത്. നിറവയറോടൊരു സ്ത്രീ ഓടി. അങ്ങനെ ഒരു സ്ത്രീ ഓടണമെങ്കിൽ ആ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നിട്ടാണ്? നിങ്ങളുടെ അമ്മമാരും സഹോദരിമാരുമല്ലേ? നിറവയറോടൊരു സ്ത്രീ ഒരു വീട്ടിൽ നിന്നെടുത്ത് ഓർക്കാപ്പുറത്ത് ഓടണമെങ്കിൽ എന്ത് പൊന്നാപ്പ ആ വീട്ടിൽ നടന്നു. ദൈവത്തിന് മകത്വം ആട്ടെ. പക്ഷേ മമ്മറുകളുടെ നോപ്പിൽ വന്നപ്പോൾ എന്റെ ഭാഷ കളി മാറി. അപ്പോഴേക്കാൻ വീണ്ടും ബലപ്പെട്ടു, സാറായും ശക്തിപ്പെട്ടു. അങ്ങനെ വിഷയമായ അപരാധകരക്കാരൻ പറഞ്ഞിരിക്കുന്നത് വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്ന് പറയാ. 89 വയസ്സായപ്പോഴും ദൈവം ശക്തീകരിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിച്ച അപരാധകരണത്തിലെ വാക്യം. അങ്ങനെ സാറയും വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയാൽ എന്തോ സംഭവിക്കും. അടുത്ത പദം 89 കഴിഞ്ഞപ്പോഴും ഉദ്യോത്പാദനത്തിന് എന്ന് പറഞ്ഞാൽ ശക്തീകരിക്കും. എന്ന് പറഞ്ഞാൽ നീ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയാൽ ദൈവം നിന്നെ ശക്തീകരിക്കും. ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയാൽ നിന്റെ ബലഹീനത മാറ്റും. ദൈവം നിന്നെ ശക്തീകരിക്കും. ദൈവം സാറാ ശക്തിപ്പെട്ടു. അതിന്റെ കാരണം വിശ്വസ്തനെന്ന്. ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു വാക്യം കൂടെ, ദൈവം വിശ്വസ്തനെന്ന് എണ്ണി. ഇല്ലേ? സാറാ എണ്ണി, ദൈവം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12 വായിച്ചേ. അണ്ട വലതുവശത്ത് കണ്ണില്ല. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് മതി. സാറാ ദൈവം വിശ്വസ്തനെന്ന്. ഇവിടെ നേരെ തിരിച്ചാ. പൗലോസ് എന്നാ പറഞ്ഞേ? എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് നമ്മളെ ദൈവം ഒന്ന് എണ്ണണം. നമ്മളെല്ലാരും ദൈവത്തെ വിശ്വസം എണ്ണുന്നുണ്ട്. നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. പക്ഷെ ദൈവം ഒന്ന് എണ്ണണം. എന്തോ എണ്ണണം? ഇവൻ വിശ്വസ്തന, ഇവള് വിശ്വസ്തയ. ദൈവം എണ്ണുന്നുണ്ടോ? ഇവന് അവസരം കിട്ടുമ്പം പരിവക്കേന, ഇവള് അവസരം കിട്ടുമ്പം പരിവക്കേന. പ്രാർത്ഥനയിലിരിക്കുന്ന 3 മണിക്കൂറേ ഉള്ളു. മുണ്ടി പാടത്തിരിക്കും പോലെ ഉണ്ടെന്നില്ലേ? ഭാഗ്യതമയമല്ല. വിശ്വസ്ത ദൈവം ചിന്തിക്കുക. ദൈവം വിശ്വസ്തനെന്ന് സാറ അങ്ങോട്ട് എണ്ണിയപ്പോൾ ദൈവം തമ്പുരാൻ പൗലോസ് വിശ്വസ്തനെന്ന് എണ്ണി. വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കി. ഇത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. മോശയും അങ്ങനെ തന്നെ 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമല്ലേ? എബ്രായർ 11:24. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ
ദൈവജനത്തോടുള്ള കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് മറവോന്റെ പുത്രിയുടെ മകനത് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിന്റെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അതെണ്ണണം. എന്നാ ഈ പൗലോസൊക്കെ വിശ്വസ്തനെന്ന് ദൈവം എണ്ണിയത്? പൗലോസ് വിശ്വസ്തത എണ്ണാൻ കാരണമാണ് ദൈവത്തിന് ഒരു കാരണം പറയാം, പെട്ടെന്ന് നടത്തുക. എനിക്ക് ഇന്ന് നന്നായിട്ട് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാനിന്ന് നിർത്തുക. വചനം ഇങ്ങനെ പ്രകാശിക്കുന്നത് കൊണ്ടാണ് നിർത്തുക. പൗലോസ് വിശ്വസ്തത എണ്ണാൻ കാരണം, പൗലോസ് എങ്ങനെയായിരുന്നു? ഫിലിപ്പിയ ലേഖനം 3:7 വായിച്ചു. ഫിലിപ്പിയർ 3:7. പെട്ടെന്ന് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന്. അതുകൊണ്ടാ ദൈവം വിശ്വസ്തനം തന്നെയാ. എനിക്ക് ലാഭമായിരുന്നതല്ല, ക്രിസ്തു നിമിത്തം എണ്ണിയിരിക്കുന്നു. മൂന്ന് പദമാണ് അവിടെ. ഇവിടെ വായിക്കുന്നത് എണ്ണിയിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ഇപ്പോഴും എണ്ണുന്നു. അടുത്ത വാക്യം വായിച്ചേ. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തമെന്ന് എണ്ണുന്നു. നേരത്തെ അങ്ങനെ വായിച്ചേ, എണ്ണിയിരിക്കുന്നു. ഇപ്പൊ അങ്ങനെ എണ്ണുന്നു. പണ്ടൊന്ന് എണ്ണി വെച്ച പിന്നെ അനങ്ങാതിരിക്കുകയല്ല. നമ്മൾ 75-ലും 42-ലും 62-ലും 89-ലും 90-കളിൽ എണ്ണി. ഇപ്പൊ നമ്മള് പണ്ട് എണ്ണിയതിന്റെ വീരസ്യമായിപ്പോ അയ്യോ ഞാൻ 75 ഇറങ്ങിയപ്പോൾ എല്ലാം എണ്ണിയതാ. 2025 വല്ലതും എണ്ണുന്നുണ്ടോ? അന്ന് എണ്ണിയതേ. ഇപ്പോഴും ഞാൻ എണ്ണുന്നെന്ന്. ഇനി താഴോട്ട് വായിച്ചേ, ഒരു വാക്യം. ഞാൻ ക്രിസ്തുയേശുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം വായിച്ചോ. അതിന് നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കും. ഇത് മുഴുവൻ ചാമറാണ്. എന്തുകൊണ്ടാണ് എണ്ണിയത്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, സുൽത്താന്റെ നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ, നീതി സംബന്ധിച്ച് അനന്യൻ. പിന്നെ കപ്പലൊക്കെ ഉണ്ടായിരുന്ന കപ്പലുടമസ്ഥന്റെ മോനായിരുന്ന കപ്പൽ. നമ്മുടെ ഷിനിപാസ് പറഞ്ഞത് ഒരു കപ്പൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കപ്പല് ഷട്ടിലടിക്കുന്ന കപ്പൽ, ഒരു കപ്പൽ അങ്ങോട്ട് പോകുമ്പോ അങ്ങനൊന്നും ചരിത്രത്തിലൊന്നും ഇല്ല. കപ്പലൊക്കെ ഉണ്ടായിരുന്ന കപ്പലുടമസ്ഥന്റെ മകനുമായിരുന്നു. പക്ഷേ ഡമസ്കസിന്റെ പണിക്ക് വെച്ച് യേശുവിനെ കണ്ടപ്പം ഇത് മുഴുവൻ അവിടെ ചപ്പ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് എന്തേലും ഇട്ടേച്ച് പിന്നെ അത് തപ്പാൻ നടക്കുമോ? വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് ചിലത്തിൽ കുഴിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ താമസിക്കുന്ന കുഴിയെടുത്തിട്ടുണ്ട്. ചിലക്ക് അതിന് പ്രത്യേക ടാങ്കുണ്ട്. അതിനകത്ത് കൊണ്ടിട്ട് വിവരമുള്ള മോനമുള്ള ആരേലും പോയി പിന്നെയോ ഞാൻ പണ്ടൊരു സാധനം ഇവിടെ ഇട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തപ്പു. പക്ഷെ നമ്മളെല്ലാം വീണ്ടും ഇപ്പൊ തപ്പി എടുത്തോണ്ടിരിക്കുക. വല്യപ്പച്ചൻ വേസ്റ്റ് കൊട്ടയ്ക്കകത്തിട്ടത് കൊച്ചുമക്കളിപ്പം ചകഞ്ഞ് മനസ്സിലാകുന്നില്ലേ? വല്യപ്പച്ചനും വല്യപ്പച്ചയും യേശുവിനെ കണ്ട് ചവറ്റുകൊട്ടയ്ക്കകത്ത് ഇട്ടതെല്ലാം 2-ാം തലമുറയും 3-ാം തലമുറയും 4-ാം തലമുറയും വന്നപ്പം അപ്പൊ അതെടുത്തപ്പോ ഇപ്പോഴത്തെ വല്യപ്പച്ചനും വല്യപ്പച്ചയും പറഞ്ഞത് എന്റെ മോണ്ടിയിലുണ്ട്, എന്റെ കസിന്റെ പണ്ട് കിട്ടതാ. ദൈവത്തിന് മഹത്വം. അല്ല ഇട്ടതെല്ലാം ഇപ്പം എടുത്തോണ്ടിരിക്കുകയല്ലേ? ഇച്ചിരി കുടിച്ചാലെന്നെ, ഇച്ചിരി വലിച്ചാലെന്നെ, ഇച്ചിരി ഇട്ടാലെന്നെ, ഇച്ചിരി തൊട്ടാലെന്നെ, ഇച്ചിരി നോക്കിയാലെന്നെ, ഇച്ചിരി ചെയ്താലെന്നെ, ഇച്ചിരി പറഞ്ഞ മിണ്ടുന്നില്ലല്ലോ ആരും. കടമാനമാകലെന്നേ ഉള്ളൂ ദൈവത്തിന്റെ മഹത്വം. പക്ഷെ പൗലോസിന് ചമരം തണ്ണിയപ്പം സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സിലായി വിശ്വസ്തനായി.
നമ്മൾ ദൈവത്തെ വിശ്വസ്തന് നിന്ന പോലെ ദൈവം നമ്മളെയും വിശ്വസ്തന് നിന്നണം. മോശ അത് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണി. ഒത്തിരി കാര്യം പറയാനുണ്ട്, നിർത്തുക. ദൈവം അവൻ അനുവദിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി പിന്നെ ഞാൻ ചിന്തിക്കുക. ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ച് ഞങ്ങൾക്കും പോകണം. നമുക്ക് ഈ രാവിലെ നമ്മുടെ നാളുകളെ എണ്ണാമെന്ന് ഒന്ന് തുനിഞ്ഞ് ഒന്ന് സമർപ്പിച്ച്, കർത്താവേ, ഇനി ഞാൻ എത്ര വർഷം എത്ര ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ഇതുവരെ എനിക്ക് അപാകതകളും പാടിച്ചുകളും ഒക്കെ പറ്റി ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല. ഇനി എനിക്ക് തരുന്ന ആയുസ് മുഴുവൻ അതെത്രയുണ്ടെങ്കിലും അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ ഈ രാവിലെ എന്നെ സമർപ്പിക്കുന്നത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം.